കേരളം പാപ്പരാണോ? ഈ ചോദ്യത്തിന് ഇപ്പോൾ എന്ത് പ്രസക്തി എന്ന് പറഞ്ഞാൽ AK ആന്റണി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനയാണ് ഇതിൻ്റെ അടിസ്ഥാനം. ഇതൊരു രാഷ്ട്രീയ പ്രസംഗവും പ്രസ്താവനയുമാണെന്ന് തോന്നുമെങ്കിലും സമീപ ദിവസങ്ങളിലായി പുതിയ സർക്കാർ ഏറ്റെടുക്കേണ്ട ദൗത്യങ്ങളാണ് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നത്. അതായത് അടുത്തിടെ പ്രഖ്യാപിച്ച 2 തീരുമാനങ്ങളുണ്ട്. വലിയ സാമ്പത്തിക ചിലവ് വരുന്നതാണ്, തീരുന്നില്ല. ബജറ്റ് സമ്മേളനം നാളെ മുതൽ ആരംഭിക്കുകയാണ്. 25-ാം തീയതിയോടുകൂടി ബജറ്റ് അവതരണം, കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ ബജറ്റ് അവതരണം നടത്താൻ പോവുകയാണ് VD സതീശൻ സർക്കാർ. അപ്പോൾ ഈ സർക്കാരിന് പുതിയ ബജറ്റ് അവതരണം നടത്തുമ്പോൾ അതിൽ കൂട്ടിച്ചേർക്കപ്പെടേണ്ട പദ്ധതികളെല്ലാം വലിയ തരത്തിലുള്ള പണച്ചെലവുള്ളതാണ്. അതിനും പണം കൂട്ടിച്ചേർക്കപ്പെടണം. ഇതിനിടയിൽ ഉയർന്ന ചോദ്യമാണ്, സംസ്ഥാനം പാപ്പരാണെങ്കിൽ ആ രീതിയിൽ പാപ്പരാക്കിയാണോ മുൻ മന്ത്രിസഭ കളമൊഴിഞ്ഞത്? ഖജനാവിൽ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന വളരെ പ്രസക്തമായ ചോദ്യം കൂടിയാണ് പ്രസക്തമാവുന്നത്. അവിടെയാണ് സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി സംബന്ധിച്ച് നമുക്കറിയാം, കാലാകാലങ്ങളിൽ മന്ത്രിസഭകൾ ഇങ്ങനെ മാറി മാറി വരുമ്പോൾ, അത് കേരളം മാത്രമല്ല എല്ലാ സർക്കാരുകളിലും കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലുമൊക്കെ മന്ത്രിസഭകൾ ഇങ്ങനെ മാറി മാറി വരുമ്പോൾ സംസ്ഥാനത്തിൻ്റെ പൊതു ധനസ്ഥിതി സംബന്ധിച്ച ഒരു ധവളപത്രം പുറത്തിറക്കും. എന്താണ് ധവളപത്രം, അതിൻ്റെ ഉള്ളടക്കമൊക്കെ എന്നൊക്കെ വളരെ പ്രസക്തമായ കാര്യമാണ്. എന്തായാലും ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ധവളപത്രം പുറത്തിറക്കുന്നതിലൂടെ തന്നെ നമുക്കറിയാനാവും സംസ്ഥാനത്തിൻ്റെ പൊതുവായ ധനസ്ഥിതി എന്താണ്, അതിൻ്റെ വ്യക്തമായ ചിത്രം എന്താണ് എന്ന കാര്യം. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് കാത്തിരിക്കുകയാണ്. ധവളപത്രം പുറത്തിറക്കാൻ പുതിയ സർക്കാർ ഒരു സമിതിയെ നിയോഗിച്ചു കഴിഞ്ഞു. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി കൂടിയായ, കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി കൂടിയായ K. ചന്ദ്രശേഖരൻ അധ്യക്ഷനായ ഒരു സമിതിയാണ് നിയോഗിച്ചിരിക്കുന്നത്. ഈ വിദഗ്ധ സമിതി ഒരു ധവളപത്രം പുറത്തിറക്കും സംസ്ഥാനത്തിൻ്റെ പൊതുവായ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച്. അങ്ങനെയെങ്കിൽ ആ ധവളപത്രത്തിൻ്റെ ഉള്ളടക്കത്തെ ചൊല്ലിയാവും ഇനി ആദ്യമായി പ്രതിപക്ഷ ഭരണപക്ഷ പോരടിക്കൽ ഉണ്ടാവുക. ഒരുപക്ഷേ നിയമസഭാ വേദികൾ തന്നെ, ആദ്യ സഭാവേദികൾ തന്നെ ഒരുപക്ഷേ അത് സംബന്ധിച്ച ചില നീക്കുപോക്കുകൾ ഉണ്ടായേക്കാം. ഇതിനകം തന്നെ പുറത്തു വരുന്ന ചില പ്രസ്താവനകൾ, അതായത് AK ആന്റണിയുടെ പാപ്പരാണ്, കേരളം പാപ്പരാണ്, സൂക്ഷിച്ച് ചിലവഴിക്കണമെന്ന പ്രസ്താവന ഒരു മുൻകൂർ ജാമ്യം എടുക്കലാണ് എന്ന ആക്ഷേപം ഉന്നയിച്ചു കഴിഞ്ഞു ഇപ്പോഴത്തെ പ്രതിപക്ഷം കൂടിയായ ഇടതു മുന്നണി. അപ്പോൾ എന്താണ് ഈ അവസ്ഥ, എന്താണ് ഇതിൻ്റെ തൽസ്ഥിതി? ഇത് രാഷ്ട്രീയ ആരോപണങ്ങൾക്കപ്പുറം സംസ്ഥാനത്തിൻ്റെ പൊതുവായ ധനസ്ഥിതി, അതിൻ്റെ വ്യക്തമായ ചിത്രം എന്താണ്? ഇതാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. അതിനു മുമ്പ് ആദ്യം നമുക്കറിയണം എന്താണ് ധവളപത്രം. അതിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. നോക്കൂ, എന്താണ് ധവളപത്രം? അതായത് നിലവിലുള്ള സാമ്പത്തിക അവസ്ഥയുടെ ഒരു വ്യക്തമായ ചിത്രം, ഒരു ഔദ്യോഗിക രേഖ പുറത്തിറക്കൽ എന്നതാണ് ഒരു ധവളപത്രം അല്ലെങ്കിൽ വൈറ്റ് പേപ്പർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഉള്ളടക്കമായി പ്രധാനപ്പെട്ടമായി കടന്നു വരുന്നത് നിലവിലുള്ള സാമ്പത്തിക അവസ്ഥകളെ വിശദമാക്കുന്ന ഒരു ഔദ്യോഗിക രേഖ എന്നതാണ് അതിൻ്റെ ഏറ്റവും ചുരുക്കപ്പേര്. അതായത് നിലവിലുള്ള സാമ്പത്തിക അവസ്ഥകൾ വ്യക്തമാക്കുന്നു. AK ആന്റണി പറയുന്നതോ VD സതീശൻ പറയുന്നതോ മുൻ ധനമന്ത്രി KN ബാലഗോപാൽ പറയുന്നതോ അല്ല. അതിനപ്പുറം ഈ രേഖയിൽ കൃത്യമായ ഔദ്യോഗിക രൂപമുണ്ടാകും. വരവെത്ര, ചിലവെത്ര, ഇപ്പോഴത്തെ പൊസിഷൻ എത്ര കൊടുക്കാനുണ്ട്, എത്ര കിട്ടാനുണ്ട്, ഇതൊക്കെ ഉൾപ്പെടുന്ന വിശദമായ ഒരു രേഖയായിരിക്കും ഇതിൻ്റെ അവസ്ഥ. മറ്റൊന്ന്, സർക്കാരിൻ്റെ വരുമാനവും ചെലവും സംബന്ധിച്ച കൃത്യമായ കണക്കെടുപ്പുകൾ ഇതിൽ ഉണ്ടാവുകയും ചെയ്യും. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് സംസ്ഥാന സർക്കാരിൻ്റെ ഇപ്പോഴത്തെ വരുമാനം, ഒപ്പം വേണ്ടി വരുന്ന ചിലവ്, ഇതൊക്കെ ഉൾപ്പെടുന്നതാവും ഈ ധവളപത്രം. മറ്റൊന്ന്, വരവും ചെലവുമുണ്ട്, പക്ഷേ എത്രയുണ്ട് കടം, ഇനി കൊടുക്കാനുള്ളത് എത്രയാണ്, മാസം എത്ര വക തിരിച്ചടയ്ക്കണം, മുൻ സർക്കാരുകൾ ദൂർത്ത് നടത്തിയെങ്കിൽ അതിൽ എടുത്ത വായ്പ എത്രയാണ്, അതിന് ഓരോ മാസവും എത്ര തിരിച്ചടയ്ക്കണം, അത് സ്വാഭാവികമാണ്. അതുമുണ്ട്. പൊതുകടവും സാമ്പത്തിക ബാധ്യതയും സംബന്ധിച്ച കൃത്യമായ വിവരണവും ഈ ധവളപത്രത്തിൽ ഉൾപ്പെടും. മറ്റൊരു പ്രധാനപ്പെട്ടത് നികുതി വരുമാനം. ഏത് രീതിയിലാണ് സംസ്ഥാനത്തേക്ക് വരുമാനം, പല സോഴ്സുകളിൽ നിന്ന് വരും. കേരളത്തിന് ഓരോ രീതിയിലും വരുന്ന നികുതി വരുമാനം എത്രയാണ്, അതിൻ്റെ ഉള്ളടക്കം എത്രയാണ്, അതുമുണ്ടാകും ധവളപത്രത്തിൽ. മറ്റൊന്ന്, വികസന പദ്ധതികളുടെ നിലവിലുള്ള ധനസ്ഥിതിയാണ്. അതായത് വികസന പദ്ധതികൾ പലത് പ്രഖ്യാപിച്ചിട്ടുണ്ടാവാം. ഈ പദ്ധതികൾ പ്രഖ്യാപിക്കാനുള്ള പണം കണ്ടെത്തിയിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. ആ പണം കണ്ടെത്തിയിട്ടുണ്ടോ, നിലവിൽ അതിന് എത്ര ശതമാനം പണം വിനിയോഗിച്ചിട്ടുണ്ട്, അതല്ല പണം മറ്റേതെങ്കിലും സോഴ്സിൽ നിന്നാണ് വിലയിരുത്തിയിരിക്കുന്നതെങ്കിൽ അത് ഏതാണ്, അത് വ്യക്തത ഉണ്ടാകും. നിലവിലുള്ള വികസന പദ്ധതികളുടെ പൊതുവായ ധനസ്ഥിതിയും വ്യക്തമാക്കപ്പെടും. ഇനി കേരളം കഴിഞ്ഞ കുറേ നാളുകളായി നേടിയ സാമ്പത്തിക വളർച്ച നേടിയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ എത്ര ശതമാനം വളർച്ച നേടിയിട്ടുണ്ട്, ഇനി അങ്ങോട്ടേക്കുള്ള വെല്ലുവിളി, ഇത് സംബന്ധിച്ച ഉപദേശരൂപവും ഈ ധവളപത്രത്തിൽ ഉണ്ടാകുമെന്ന് നമുക്ക് കരുതുന്നു. ഒരുപക്ഷേ ഈ ബജറ്റ് സമ്മേളന അവതരവേളയിൽ തന്നെ വളരെ പെട്ടെന്ന് ധവളപത്രം പുറത്തിറക്കിയേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ സംസ്ഥാനത്തെ ധനസ്ഥിതിയിൽ ഈ സാമ്പത്തിക വളർച്ചയും
അതിൻ്റെ വെല്ലുവിളികളും നിലവിൽ സംസ്ഥാനത്ത് സാമ്പത്തിക വളർച്ച ഉണ്ടായി എന്നതാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ അവകാശവാദം. നിരവധി പ്രതിസന്ധികളും വെല്ലുവിളികളും ഉണ്ടായിരുന്നിട്ട് കൂടിയും ആ സാമ്പത്തിക വളർച്ച നേടാൻ കഴിഞ്ഞുവെന്നാണ് അവകാശപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ആ അവകാശവാദം ശരിയോ തെറ്റോ എന്ന് വ്യക്തമാക്കുന്ന ഔദ്യോഗിക രേഖ കൂടിയാണ് ഈ ധവളപത്രത്തിലൂടെ വരാൻ പോകുന്നത്. സാമ്പത്തിക വളർച്ചയും അതിൻ്റെ വെല്ലുവിളികളും ഉണ്ടാവും. ഒപ്പം തന്നെ മുൻ സർക്കാരുകളുടെ സാമ്പത്തിക തീരുമാനങ്ങളുടെ വിലയിരുത്തലും ഈ ധവളപത്രത്തിൽ ഉണ്ടാകും. ഒരു ഉപദേശ രൂപേണയോ ഒരു വിലയിരുത്തൽ രൂപത്തിലോ മുൻ സർക്കാരിൻ്റെ സാമ്പത്തിക ചെലവുകളുടെ ഒരു വിലയിരുത്തൽ കൂടി ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കാരണം ധൂർത്ത് നടത്തിയെന്ന അവകാശവാദമുണ്ട്. വലിയ പ്രഖ്യാപനങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞാൽ കെയറയിൽ സമീപ ദിവസങ്ങളിൽ വീണ്ടും ചർച്ചയാവുകയാണ്. കെയറയിൽ പദ്ധതിക്ക് വേണ്ടി സർക്കാർ കുറേയധികം പണം ആദ്യം തന്നെ ചിലവഴിച്ചിട്ടുണ്ട്. അതിന് മഞ്ഞക്കുറ്റി സ്ഥാപിക്കുക, അങ്ങനെയുള്ള നടപടിക്രമങ്ങൾക്ക് വേണ്ടി. അതായത് ഒരിക്കലും സാധ്യമാവില്ല അത്ത ഒരു പദ്ധതിക്ക് വേണ്ടി, അല്ലെങ്കിൽ പുതിയ സർക്കാർ പിൻവലിക്കാൻ പോകുന്ന പദ്ധതിക്ക് വേണ്ടി മുൻ സർക്കാർ ചിലവഴിച്ച തുക എത്ര, ഇങ്ങനെയുള്ള കണക്കുകളും മുൻ സർക്കാരിൻ്റെ സാമ്പത്തിക തീരുമാനങ്ങളും അതിൻ്റെ വിലയിരുത്തലുകളും, വാഹനങ്ങൾ വാങ്ങിയതിൻ്റെ ചിലവഴിക്കൽ, അതുപോലെ കാര്യങ്ങളുണ്ട്. കിഫ്ബി എടുത്ത ലോണുകൾ, അതിനുവേണ്ടി വരുന്ന തിരിച്ചടക്കൽ ബാധ്യത, അതിനുണ്ടാവുന്ന പലിശ കണക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്നതാവും അത്. ഒപ്പം ഭാവിയിൽ ഇനി പുതിയ സർക്കാർ സ്വീകരിക്കേണ്ട നടപടികളും ഒക്കെ ഉൾപ്പെടുത്തുന്നതാവും ഇപ്പോൾ പ്രഖ്യാപിക്കാൻ പോകുന്ന ഈ ധവളപത്രം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം പ്രധാനപ്പെട്ടതാണ് ഇനി ഉണ്ടാവുന്ന ഒരു കാര്യം. അതായത് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്ന ഈ ധവളപത്രം ഇങ്ങനെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന രാഷ്ട്രീയ ചർച്ചകൾ ചെറുതല്ല. കാരണം ധവളപത്രം എന്ന് പറയുന്നത് കഴിഞ്ഞുപോയ സർക്കാർ എത്ര കണ്ട് ചിലവഴിച്ചു, അതുണ്ടാക്കിയ ബാധ്യതാ കണക്കെടുപ്പുകളാണ്. അത് മുൻ സർക്കാരിന് മുന്നിൽ ഏറ്റവും മോശപ്പെട്ട ഒരു ധനസ്ഥിതിയാണ് സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നത് എന്നൊരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നതെങ്കിൽ അത് മുൻ സർക്കാരിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് വരും. അത് നിയമസഭയിലും പുറത്തുമൊക്കെ ഒരു വലിയ രാഷ്ട്രീയ വിവാദമായി പോരും. മറിച്ച് മറുഭാഗത്തും ഉണ്ടാക്കുന്ന രാഷ്ട്രീയ ചലനങ്ങൾ നിരവധിയാണ്. നോക്കാം ധവളപത്രം എങ്ങനെ വെല്ലുവിളിയാകുമെന്ന കാര്യം. സംസ്ഥാനത്ത് ധവളപത്രത്തെ ചൊല്ലി ഒരു രാഷ്ട്രീയ വിവാദ സാധ്യതയാണ് നമ്മൾ കാണുന്നത്. സംസ്ഥാനം പാപ്പരാണോ അല്ലയോ എന്ന ചോദ്യത്തിന് ഉത്തരം ഈ ധവളപത്രത്തിലുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ അതിനെ ചൊല്ലി ഉണ്ടാകുന്ന ഒരു രാഷ്ട്രീയ വിവാദം അതാണ് നമ്മൾ പരിശോധിക്കുന്നത്. സംസ്ഥാനത്ത് ഒരു മോശം ധനസ്ഥിതി എന്നാണ് ഈ റിപ്പോർട്ടെങ്കിൽ അത് ഇടതുമുന്നണിക്കുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധി ഒട്ടും ചെറുതായിരിക്കില്ല. കാരണം അതുണ്ടാക്കുന്ന പ്രതിസന്ധി ഒട്ടും ചെറുതല്ല. കാരണം സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള പണം ചെലവഴിക്കൽ നടത്തിയിട്ടുണ്ട്, വലിയ രീതിയിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇറങ്ങിപ്പോയത് ഖജനാവ് കാലിയാക്കിയിട്ടല്ല എന്ന സർക്കാരിൻ്റെ അവകാശവാദം ശരിയോ തെറ്റോ എന്നത് ഈ ധവളപത്രത്തിൽ ഒരു ഔദ്യോഗിക രേഖയായി പുറത്തു വരുമ്പോൾ അത് മോശം ധനസ്ഥിതി എന്നതാണെങ്കിൽ അത് ഇടതുപക്ഷത്തിനുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധി ചെറുതല്ല. അതേസമയം മെച്ചപ്പെട്ട അവസ്ഥയെങ്കിൽ ഇടതുമുന്നണിക്ക് തല ഉയർത്തി തന്നെ നിൽക്കാമെന്നതാണ് സാഹചര്യം. കാരണം എന്താ, ഇടതുമുന്നണിയെ സംബന്ധിച്ച് തങ്ങൾ നിരവധി പണം ചെലവഴിക്കൽ നടത്തി, നിരവധി ക്ഷേമ പദ്ധതികളും പ്രഖ്യാപനങ്ങളും സർക്കാരിൻ്റെ അവസാന ആഴ്ചകളിൽ പോലും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത്തരം അവസ്ഥയുണ്ടായിട്ടും മെച്ചപ്പെട്ട ധനസ്ഥിതി ഉണ്ട് എന്ന അവകാശവാദമുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് ഇടതുപക്ഷത്തിന് അവരുടെ രാഷ്ട്രീയ സാമ്പത്തിക നയങ്ങൾക്ക് കിട്ടുന്ന ഒരു അംഗീകാരമായി കൂടി മാറും. ഭരണം മാറിയെങ്കിൽ കൂടിയും അവർക്ക് സ്വാഭാവികമായും നിയമസഭയിലും പുറത്തുമൊക്കെ ആ വാദം ഉന്നയിക്കുകയും ചെയ്യാം. അപ്പോൾ മെച്ചപ്പെട്ട അവസ്ഥയെങ്കിൽ അങ്ങനെ പറഞ്ഞു നിൽക്കാം. അതേസമയം സാമ്പത്തിക അവസ്ഥ മോശമെങ്കിൽ ഈ പ്രകടന പത്രികയിലെ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കാൻ ഈ പുതിയ സർക്കാരിന് സാവകാശം കിട്ടുമെന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് നമുക്കറിയാം ധനസ്ഥിതി കഴിഞ്ഞ സർക്കാർ മോശമാക്കി, അതുകൊണ്ട് ഞങ്ങൾക്ക് പുതിയ പ്രഖ്യാപനങ്ങളും പുതിയ കാര്യങ്ങളും ഏറ്റെടുക്കുന്നതിന് പ്രതിസന്ധിയുണ്ട്. ഉദാഹരണം ഇന്ദിരാ ഗ്യാരണ്ടി പോലെയുള്ള വലിയ പ്രഖ്യാപനങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് പുതിയ സർക്കാർ വരുന്നത്. എല്ലാം സാമ്പത്തിക ചെലവുള്ളതാണ്. KSRTCയിലെ സൗജന്യ യാത്രയാവട്ടെ, പുതിയ ക്ഷേമ പെൻഷൻ പ്രഖ്യാപനങ്ങളാവട്ടെ, കുടുംബങ്ങൾക്ക് കൂടുതലായി കൊടുക്കുന്ന ഇൻഷുറൻസ് പോലെയുള്ള വലിയ പ്രഖ്യാപനങ്ങളാവട്ടെ, ഇതൊക്കെ നടപ്പിലാക്കാൻ കഴിഞ്ഞ സർക്കാർ സർക്കാരിനെ പാപ്പരാക്കി, ഖജനാവ് പാപ്പരാക്കി, അത് ഒന്നുമില്ലാത്ത അവസ്ഥയുണ്ടാക്കി. അതുകൊണ്ടുകൂടി ഞങ്ങൾക്ക് അല്പം കൂടി സാവകാശം വേണം എന്ന വാദം ഉന്നയിക്കാൻ ഒരുപക്ഷെ അവർക്ക് കഴിഞ്ഞേക്കും. അങ്ങനെയാണ് ധവളപത്രം വരുന്നതെങ്കിൽ ഒരു കാര്യം കൂടിയുണ്ട്, ധവളപത്രത്തെ ചൊല്ലി വലിയ തരത്തിലുള്ള രാഷ്ട്രീയ ഏറ്റുമുട്ടൽ, ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടലിലുള്ള കളമൊരുക്കൽ കൂടി ഇതോടുകൂടി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു കാര്യം വ്യക്തമാണ്, ധവളപത്രം എന്നത് സംസ്ഥാനത്തെ നിലവിലുള്ള ധനസ്ഥിതിയുടെ ഒരു പൊതുരേഖയാണ്. ആ പൊതുരേഖയെ ചൊല്ലിയുള്ള രാഷ്ട്രീയ വിവാദങ്ങളാണ് ഇരുപക്ഷത്തു നിന്നും ഉണ്ടാവാനുള്ള സാധ്യതയായി നമുക്ക് കാണുന്നത്. എന്തായാലും AK ആന്റണി തുടങ്ങി വെച്ച ആ പ്രസ്താവനയോട് VD സതീശൻ്റെ പ്രതികരണം ഉണ്ടായിട്ടില്ല. ഇതിനകം തന്നെ പുറത്തു വരുന്ന ചില അഭിപ്രായങ്ങളൊക്കെ സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി സംബന്ധിച്ച ഒരു
തരത്തിലുള്ള ബോധ്യവുമില്ലാതെയാണ് എ കെ ആന്റണി ആ പ്രസ്താവന നടത്തിയതെന്നാണ്. എന്തായാലും മാറുന്ന സർക്കാരുകൾ ധവളപത്രം പുറത്തിറക്കുന്നത് പതിവ് രീതിയാണ്. ആ രീതിക്ക് ഇത്തവണയും മാറ്റമുണ്ടാവുന്നില്ല. പുതിയൊരു സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. സർക്കാരിൻ്റെ ആദ്യ മന്ത്രിസഭയിൽ തന്നെ. അങ്ങനെയെങ്കിൽ അതിൻ്റെ പണി ആരംഭിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ അത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ വരും. സംസ്ഥാനത്തിൻ്റെ പൊതുരേഖ, സാമ്പത്തിക പൊതുരേഖ മാത്രമല്ലത്, ഇനി അങ്ങോട്ടേക്ക് നടത്താനുള്ള പദ്ധതികൾ സംബന്ധിച്ച ചില സൂചനകളും ഒപ്പം തന്നെ മുൻ സർക്കാരുകളുടെ വീഴ്ചകളും ഒക്കെ പരാമർശിക്കുന്ന ഒരു രീതി കൂടിയാണ്. സ്വാഭാവികമായും അതൊരു രാഷ്ട്രീയ രേഖ കൂടിയായി മാറുന്നു എന്നതാണ്. അതായത് നമുക്കറിയാം, സാമ്പത്തിക കണക്കുകൾക്ക് എപ്പോഴും ഒരു പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് ഉണ്ടാവാറുണ്ട് സമൂഹത്തിൽ. എപ്പോഴും ബജറ്റുകളിൽ നമ്മൾ കാണുന്നുണ്ട്. സാമ്പത്തിക കണക്കുകൾ ഒരു വശത്ത് അവതരിപ്പിക്കപ്പെടുമ്പോൾ ആ കണക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട് നടക്കുന്ന രാഷ്ട്രീയ പോരും മറുവശത്ത് ഉണ്ടാവാറുണ്ട്. സ്വാഭാവികമായ ഒരു ചില നീക്കങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ബജറ്റിനെ ചൊല്ലി നടക്കാൻ പോകുന്ന ഈ ധവളപത്രത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ പൊതു സാമ്പത്തിക സ്ഥിതിയെ ചൊല്ലി നടക്കാൻ പോകുന്ന രാഷ്ട്രീയ പോര് ഒട്ടും ചെറുതായിരിക്കില്ല എന്ന കാര്യം കൂടിയാണ്. എന്തായാലും സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഒട്ടും മോശമല്ല എന്നതാണ് മുൻ സർക്കാർ സ്ഥാനമൊഴിഞ്ഞ മുൻ ധനമന്ത്രിയുടെ അവകാശവാദം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.